J.I. Mitchell, 7th Rajput Regiment, 14th April 1944. ഓരോരുത്തരുടെ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. കൊഹീമ ടൗണാണ്. കൊഹീമ ടൗണിൽ തന്നെയുള്ള കൊഹീമ വാർ മെമ്മോറിയലിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത് ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം നടന്നൊരു സ്ഥലമാണ്. ക്ലോസ് റേഞ്ചിൽ ഫയറിംഗ് നടന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ വെടിവെച്ച് അങ്ങനെ ഇരിക്കും. ആ രീതിയിൽ വെടിവെപ്പ് നടന്നൊരു സ്ഥലമാണ്. ജപ്പാനീസ് പട്ടാളക്കാരും ബ്രിട്ടീഷ് പട്ടാളക്കാരുമായിട്ട് അന്ന് മരിച്ചു വീണ ബ്രിട്ടീഷ് പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാർ, പിന്നെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാർ ഇവിടെ മരിച്ചു വീണിട്ടുണ്ട് ബ്രിട്ടീഷ് സേനയ്ക്ക് വേണ്ടിയിട്ട്. അവരുടെ എല്ലാം മെമ്മോറിയലായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊഹീമ വാർ മെമ്മോറിയൽ. ഇവിടെ എല്ലാം ഓരോരുത്തരുടെയും 14,000 പേര് മരിച്ചു വീണിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഇതിനൊക്കെയുള്ള ഫലകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഫലകങ്ങൾ FH പോയി, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ മാത്രമായിരിക്കും. ഇതൊക്കെ ബാക്കിയുള്ള പേരില്ലാത്ത എത്രയോ പേരുണ്ടാവും ഇവിടെ മരിച്ചു വീണിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മേളിൽ വരെ നമുക്ക് കയറിപ്പോവാം. എല്ലാം ഇങ്ങനെ ഓരോ ഫലകങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാവരും മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫലകങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് മേളിൽ കയറി. തട്ടായിട്ടാണിത് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ കാണുന്നത് കൊഹീമ ടൗണാണ്. കൊഹീമ ടൗണിൻ്റെ ഒത്ത മധ്യത്തിലാണ് നമ്മുടെ വാർ സെമെട്രി നിൽക്കുന്നത്. ഇനി 2-3 തട്ടുകൾ കയറിയാലേ നമുക്ക് മേളിലോട്ട് എത്താൻ പറ്റും. ഏറ്റവും മേളിൽ അദ്ദേഹം ജെ സ്കോട്ട്, ദി റോയൽ ഇന്നിസ്കില്ലിംഗ് ഫുൻസ്ലിയേഴ്സ്, 11th June 1944, 19 വയസ്സായിരുന്നു. പക്ഷെ ഇതിനകത്തൊരു ക്രോസ് കാണുന്നില്ല. ഇവിടെയും ക്രോസ് ഇല്ല. ഇതിനകത്തൊന്നും ക്രോസ് ഇല്ല. ഇവിടെ ഒരു ക്രോസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയത്തില്ല. ഒരു സ്റ്റെപ്പും കൂടെ മേളിലോട്ട് കയറി ഒരു പനോരമിക് വ്യൂ ഇവിടെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടെ വീണ്ടും നമുക്ക് മേളിൽ കയറാൻ പറ്റും. പിന്നെ മേളിൽ കയറി ഇനി കുറച്ചുകൂടെ മേളിൽ കയറാനുണ്ട്. എങ്ങനെ അറ്റത്തൊരു കാണുന്ന ഒരു മതിൽ കണക്കുള്ള സ്ഥലമുണ്ട്. അവിടെ എന്താ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നേരത്തെ. ഇവിടെ ഒരു ക്രോസാണിത്. പിന്നെ നടുക്കൊരു സ്തൂപം ഇറക്കിയിട്ടുണ്ട് ക്രോസിൻ്റെ ഷേപ്പിൽ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹിയർ അറൌണ്ട് ദി ടെന്നീസ് കോർട്ട് ഓഫ് ദി ഡെപ്യൂട്ടി കമ്മീഷണർ ലൈ മെൻ ഹു ഫോർട്ട് ഇൻ ദി ബാറ്റിൽ ഓഫ് കൊഹിമ ഇൻ വിച്ച് ദേ ആൻഡ് ദി കോംറേഡ്സ് ഫൈനലി ഹോൾട്ടഡ് ദി ഇൻവേഷൻ ഓഫ് ഇന്ത്യ ബൈ ദി ഫോഴ്സസ് ഓഫ് ജപ്പാൻ ഇൻ April 1944. അപ്പോൾ ഇതിനകത്ത് മുഹമ്മദ് യൂസഫ്, അപ്പം ബ്രിട്ടീഷുകാർ മാത്രമൊന്നുമില്ല മരിച്ചിരിക്കുന്ന, ബാക്കിയുള്ളവരുടെയും വെച്ചിട്ടുണ്ട്. ഷേർ ആഫ്സൽ, അബു ബക്കർ സിദ്ദീഖ്, ഇന്ത്യൻ ആർമി, എ സോൾജർ ഓഫ് ദി ഇന്ത്യൻ ആർമി, പേരില്ല. ഈസ് ഓണേഡ് ഹിയർ. ഇത് ഫക്കീർ ഖാൻ പേര്. ഇത് സർവാർ, പഞ്ചാബ് റെജിമെന്റിൽ. നല്ലൊരു പനോരമിക് വ്യൂ കിട്ടും ഇവിടെ. നോക്കിയാൽ രസാദി വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു. മേളിൽ കയറി. എല്ലാവരുടെയൊന്നും പേരൊന്നും വായിക്കാൻ പറ്റത്തില്ല. ഇത് കണക്ക് തന്നെയാണ് നമ്മൾ തവാങ് വാർ മെമ്മോറിയൽ. അന്ന് അവിടെ ചൈനീസ് ഇൻവേഷനിൽ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാർ, അത് ഇന്ത്യൻ പട്ടാളക്കാരാണ്. ഇത് ഇന്ത്യക്കാർ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാർ ഇവിടെ മരിച്ചു വീണിട്ടുണ്ട്. ഒരു സ്തൂപം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വരികൾ ഇതാണ്: ഇൻ ഓണർ ഓഫ് ദീസ് ഓഫീസേഴ്സ് ആൻഡ് മെൻ ഹു ഡൈഡ് ഇൻ ബാറ്റിൽ ആൻഡ് ഹൂസ് മോർട്ടൽ റിമെയിൻസ് ഹിയർ കമ്മിറ്റഡ് ടു ഫയർ.
ഇവിടാണ് എല്ലാവരും ദഹിപ്പിച്ചേക്കെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ കൊഹീമ നാഗാലാൻഡ് സന്ദർശനത്തിലെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് വാർ സിമട്രിയാണ്. അത് കൊഹീമ ടൗണിൻ്റെ ഒത്ത മധ്യത്തിൽ തന്നെയാണ്. തട്ടായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത്രയും നിരപ്പായ സ്ഥലം ഇവിടെ കിട്ടത്തില്ല, അതുകൊണ്ടാണ് തട്ടായിട്ട് ചെയ്തേക്കുന്നത്. അന്ന് മരിച്ച സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്മാരകമാണ്. ഒരു ടെന്നീസ് കോർട്ടിന് ചുറ്റുമായിട്ടാണ് ഇവിടെ ഇത് നടന്നതാണ് പറയുന്നത്. ഇവിടെ ടെന്നീസ് കോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അത്രയ്ക്കും ക്ലോസ് റേഞ്ചിലാണ് ഈ സ്ഥലത്ത് യുദ്ധം നടന്നത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം നടന്ന ഒരു സ്ഥലം കൂടിയാണ് കൊഹീമ. നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ കയറുന്നതിന് ഫീസൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ സന്ദർശിക്കാനായിട്ട് കഴിയും. ടൗണിൻ്റെ ഒത്ത മധ്യത്തിൽ തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ സന്ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയാണ്. ഇവിടെ ഇത്രയൊക്കെ കാണാനുള്ളൂ. കുറച്ചേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. അതോടെ ഞങ്ങൾ ആദ്യത്തെ സന്ദർശനം കൊഹീമ വാർ മെമ്മോറിയൽ പൂർത്തിയായിരിക്കുകയാണ്.